ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മൊസ്താബ ഖമേനിക്ക് പരിക്കേറ്റുവെന്ന ഒടുവിൽ ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മൊസ്താബ ഖമേനിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ മാരകമായ ആക്രമണം ഉണ്ടായത്. എന്നാൽ അത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും മൊസ്താബ ഖമേനി സുരക്ഷിതനായി അജ്ഞാത കേന്ദ്രത്തിലാണ് എന്നുമാണ് ഇറാൻ പലവട്ടം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വാർത്തകൾ ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നു. മൊസ്താബ ഖമേനിക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. എന്നാൽ പരിക്ക് ഗുരുതരമല്ല, അദ്ദേഹം ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്ന വിവരം. അതേസമയം യുദ്ധം ആരംഭിച്ച് 10-14 ദിവസം പിന്നിടുമ്പോൾ ഇറാനിലെ ബഹുഭൂരിപക്ഷം സൈനിക കേന്ദ്രങ്ങളെയും തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം. ഈ ആക്രമണത്തിലൂടെ ഇറാനെ നിരായുധീകരിക്കുക, ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുക, ഇതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, ഹൈപ്പർസോണിക് മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ എന്നുവേണ്ട സൈനികപരമായും പ്രതിരോധപരമായുമുള്ള മുഴുവൻ സംവിധാനങ്ങളെയും ഛന്ന ഭിന്നമാക്കുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, പലതവണ ഇറാന് അവസരം നൽകിയിരുന്നു ആണവായുധ നിരായുധീകരണ സംവിധാനത്തിന് വഴങ്ങാൻ വേണ്ടി. തങ്ങളുടെ കൈവശം ആണവായുധ ശേഖരമുണ്ടെങ്കിൽ അത് അന്താരാഷ്ട്ര ആണവ ഏജൻസി കൈമാറാൻ പലതവണ അമേരിക്കയും ഇസ്രായേലും നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ആയത്തുള്ള അലി ഖമനി എന്ന പടുവൃദ്ധനായ ഇറാന്റെ സുപ്രീം ലീഡറിന്റെ യുദ്ധക്കൊതിയാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇറാനെ കൊണ്ട് ചെന്നെത്തിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ തന്നെ ആയത്തുള്ള അലി ഖമനി അന്ന് തീരുമാനിച്ചിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാനിലെ സൈനിക സംവിധാനത്തിനുള്ളിൽ തന്നെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 2 അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്നത് ആപത്താണ് എന്ന് വാദിക്കുന്നവർ ആ സംഘത്തിലുണ്ടായിരുന്നു, സൈനിക സംവിധാനത്തിലുണ്ടായിരുന്നു. എന്നിട്ടും ആയത്തുള്ള അലി ഖമനിയുടെ യുദ്ധക്കൊതിയാണ് ഒടുവിൽ ഇറാനെ ഈ ദുരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇറാൻ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളടക്കം ഇതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. പരസ്പരം കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ഇതാ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതിമാരകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ അന്ത്യം കാണാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ തന്നെ വ്യക്തമാക്കുന്നു.